ഹരികുമാർ സർ, നമസ്കാരം. നമസ്തേ. നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളെ ഇന്ത്യയുമായി ബന്ധിപ്പിക്കുന്ന ഏക ഭൂപ്രദേശമാണ് ഈ സിലിഗുരി കോറിഡോർ അഥവാ ചിക്കൻ നെക്ക് എന്ന് വിശേഷിപ്പിക്കുന്ന ഈ പ്രദേശം. ഇന്ത്യയുടെ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു സ്ഥാനമാണ് ഈ ഒരു സ്ഥലത്തിനുള്ളത്. അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കുറേ കാലങ്ങളായിട്ട് മമതയുടെ നേതൃത്വത്തിൽ ബംഗ്ലാദേശികൾ ഈ സിലിഗുരി കോറിഡോറിലെ ബോർഡർ വഴിയാണ്, അതിർത്തി വഴിയാണ് നുഴഞ്ഞു കയറാറുള്ളത് തുടങ്ങിയ റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ പുറത്തു വരികയാണ്. 120ഓളം വരുന്ന ഏക്കറോളം വരുന്ന പ്രദേശം ഇപ്പോൾ വെസ്റ്റ് ബംഗാൾ സർക്കാർ കേന്ദ്ര സർക്കാരിനായിട്ട് കൈമാറിയിരിക്കുകയാണ്. എന്താണ് ഇതിനൊക്കെ പിന്നിലുള്ള കാരണം? എന്താണ് ആത്യന്തികമായിട്ട് ചിക്കൻ നെക്കിൽ സംഭവിക്കുന്നത്? നമ്മൾ തെക്കേ ഇന്ത്യക്കാരുൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരും സിലിഗുറി കോറിഡോറിനെ കുറിച്ച് ഇത്ര വാർത്താ പ്രാധാന്യത്തോടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കഴിഞ്ഞ ഒരു 2 വർഷത്തിനുള്ളിലാണ്. അതിന് പണ്ട് തൊട്ടേ ആ പ്രദേശം അവിടെയുണ്ട്. അതിനുള്ള തന്ത്രപരമായ പ്രാധാന്യവും പണ്ട് തൊട്ടേ ഉണ്ട്. എന്നിരിക്കലും ഈ പ്രദേശത്തിൻ്റെ പ്രാധാന്യത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കഴിഞ്ഞ വർഷങ്ങളിലാണ്. അതിൻ്റെ കാരണം ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അട്ടിമറി. ഷേഖ് ഹസീനയെ പുറത്താക്കി അധികാരത്തിൽ വന്ന മുഹമ്മദ് യൂനസിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഇന്ത്യയിൽ നിന്നും ചിക്കൻ നെക്ക് പിടിച്ചെടുത്ത് ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ മുറിച്ചു മാറ്റുന്നതിനെക്കുറിച്ച് പരസ്യമായിട്ട് അവർ പ്രസ്താവനകൾ നടത്തി. അത് ലോകത്തെ ശരിക്കും ഇന്ത്യയെ ഞെട്ടിപ്പിച്ചു. കാരണം ദുർബലമായ ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. ദുർബലമായ ബംഗ്ലാദേശ് അത് ഈ സിലിഗുരി കോറിഡോർ ഇന്ത്യയിൽ നിന്നും പിടിച്ചെടുക്കുന്നതിനെക്കുറിച്ച് അവർക്ക് സ്വപ്നം കാണാൻ പോലുമുള്ള ശേഷിയില്ല. പക്ഷേ ഏത് സാഹചര്യത്തിലാണ് ഈ മുഹമ്മദ് യൂനസ് ഇങ്ങനെ പറയുന്നത്? ചൈനയാണോ ഇതിൻ്റെ പിന്നിൽ? അങ്ങനെ പല ഊഹാപോഹങ്ങളും ന്യായമായ തന്നെ സംശയങ്ങളുമൊക്കെ ആ സമയത്ത് ഉന്നയിക്കപ്പെട്ടു. പക്ഷേ അപ്പോഴൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമുണ്ട്. വർഷങ്ങളായിട്ട് ബംഗാൾ ഭരിച്ചിരുന്ന CPM അതിനുശേഷം പിന്നീട് അധികാരത്തിൽ വന്ന മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസും ഈ സിലിഗുരി കോറിഡോറിൻ്റെ പ്രധാന ഹൈവേകളുടെ നിയന്ത്രണം പോലും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. ഹൈവേകൾ നമുക്കറിയാം, ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ഹൈവേ NHAIയുടെ കീഴിലാണ്. കേരളത്തിലാണേലും അങ്ങനെ തന്നെയാണ്. പക്ഷെ ബംഗാളിലെ ഹൈവേ ബംഗാൾ സർക്കാരിൻ്റെ അധീനതയിലായിരുന്നു. ഇതൊരു വല്ലാത്ത പ്രതിസന്ധിയാണ്. എന്തുകൊണ്ടാണ് മമത പറഞ്ഞത്? മമതയും അതിനു മുമ്പുള്ള CPM ഒക്കെ ഫെഡറലിസത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണ് ഈ പ്രദേശം കേന്ദ്ര സർക്കാരിന് വിട്ടുകൊടുക്കാതിരുന്നത്. യഥാർത്ഥത്തിൽ തന്ത്രപ്രധാനമായ ഒരു ഭൂവിഭാഗം, അതായത് ഇതിൻ്റെ ഒരു ഭാഗത്ത് സിലിഗുരി കോറിഡോർ എന്ന് പറയുന്നത് ഏതാണ്ട് 60 കിലോമീറ്റർ നീളവും 17 മുതൽ 26 കിലോമീറ്റർ വരെ പല ഭാഗത്തും വ്യത്യസ്തമായ വീതിയുമുള്ള ഒരു ഭൂപ്രദേശമാണ്. അപ്പോൾ ഇത് ഒരു ഭാഗത്ത് ബംഗ്ലാദേശാണ് പൂർണ്ണമായിട്ട് അതിർത്തി, മറുഭാഗത്ത് നേപ്പാളുണ്ട്, കുറച്ച് സ്ഥലത്ത് ഭൂട്ടാനുണ്ട്, ഇനി ഭൂട്ടാനും ചൈനയുമായിട്ട് യോജിക്കുന്ന ടിബറ്റിൻ്റെ ചില ഭാഗങ്ങളുണ്ട്. അങ്ങനെ വളരെ തന്ത്രപ്രധാനമായ ഒരു പ്രദേശമാണ്. ആ പ്രദേശം യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാകുക എന്നുള്ളതാണ് രാജ്യസുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതം. പക്ഷേ ബംഗാൾ ഭരിച്ച CPMഉം തൃണമൂൽ കോൺഗ്രസും അതിശക്തമായി അതിനെ എതിർത്തിരുന്നു. അതിൻ്റെ കാരണം ഇപ്പോഴാണ് പുറത്തു വരുന്നത്. അപ്പോൾ അതുമായിട്ട് ഈ മമതാ ബാനർജി കേന്ദ്ര സർക്കാരിന് സിലിഗുരി കോറിഡോറിൽ കേന്ദ്ര സർക്കാരിന് സ്വാധീനം ചെലുത്താൻ അനുവദിക്കാതിരുന്നതിൻ്റെ കാരണം നമ്മൾ മനസ്സിലാവണമെങ്കിൽ മുഹമ്മദ് യൂനസ് നടത്തിയ പ്രസ്താവനയും മമതാ ബാനർജിയുടെ നിലപാടുമായിട്ട് കൂട്ടിച്ചേർത്ത് വായിക്കും. അങ്ങനെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം, സിലിഗുരി കോറിഡോർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ മറ്റേതെങ്കിലും രാജ്യത്തിന് വിട്ടുകൊടുക്കുന്നതിൽ മമതാ ബാനർജിക്ക് എതിർപ്പില്ലായിരുന്നു എന്നതിലേക്കാണ് ഈ ഒരു നിലപാട് എത്തിച്ചേരുന്നത്. കാരണം ബംഗാൾ പോലൊരു സംസ്ഥാനത്തെ പോലീസിന് മറ്റൊരു രാജ്യത്തിൻ്റെ ഒരു സൈന്യം വന്നാൽ ബംഗാളിൻ്റെ പോലീസ് എങ്ങനെ നേരിടും? അവിടുത്തെ ഹൈവേകളുടെ ഒന്നും തന്നെ വികസനം ശരിയായിട്ട് നടക്കുന്നില്ല.
കുണ്ടും കുഴിയുമായിട്ട് കിടക്കുന്ന പല റോഡുകളും സൈന്യത്തിന് ആ പ്രദേശത്തേക്ക് എത്തിച്ചേരാൻ പറ്റില്ല. അതായത് ഇന്ത്യൻ സൈന്യം എത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ ഈ പ്രദേശം ബംഗ്ലാദേശിന്റെ സഹായത്തോടുകൂടി ചൈനീസ് പട്ടാളമായിരിക്കും പിടിച്ചെടുക്കുന്നത്. അങ്ങനെ പിടിച്ചെടുത്താൽ ഇന്ത്യയുടെ 7 സംസ്ഥാനങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഇത് വലിയൊരു ഗൂഢാലോചന ആയിരുന്നിരിക്കണം. കാരണം മുഹമ്മദ് യൂനസിനെ പോലുള്ള ഒരു പീറ കിളവൻ എന്ന് തന്നെ ഞാൻ പറയും. ഈ ഒരു 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 രീതിയിലും രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത, പണം പലിശയ്ക്ക് കൊടുത്ത് ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്ക് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി പണം പലിശയ്ക്ക് കൊടുത്ത് അതിൽ നിന്ന് പിരിച്ചെടുത്ത് അയാൾ ഇസ്ലാമിന്റെ ആളാണെന്നും ഇസ്ലാമിക് തത്വം അനുസരിച്ച് ജീവിക്കുന്ന ആളാണെന്ന് പറയുമ്പോൾ പലിശ എവിടെയാണ് ഇസ്ലാമിൽ പറഞ്ഞിരിക്കുന്നത്? ആ പലിശ കൊണ്ട് ജീവിച്ച ലോകത്തിലെ ഏറ്റവും കുപ്രസിദ്ധമായ പലിശ എടുക്കുന്ന സ്ഥാപനമാണ് ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്ക്. ആ ഗ്രാമീൺ ബാങ്കിന്റെ സ്ഥാപകനും അതിന്റെ പിന്നിലെ ബുദ്ധി കേന്ദ്രവുമായ വ്യക്തിയാണ് മുഹമ്മദ് യൂനുസ്. ആ മുഹമ്മദ് യൂനുസ് ആണ് ഈ പ്രസ്താവന നടത്തിയത്. ആ പ്രസ്താവനയുടെ പിന്നിൽ അയാൾക്ക് ശക്തി പകർന്നു കൊടുത്തത് മറ്റെന്തൊക്കെയോ ഘടകങ്ങളായിരിക്കാം. അതിലൊരു ഘടകം മമതാ ബാനർജി ആണ് എന്ന് നമ്മൾ ചിന്തിക്കാനുള്ള ന്യായങ്ങൾ ഒരുപാടുണ്ട്. മമതാ ബാനർജിയുടെ കൂടെ സഹായത്തോടു കൂടിയാണ് തീർച്ചയായിട്ടും മുഹമ്മദ് യൂനുസ് ഒത്താശയോടുകൂടിയാണ് അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് എന്ന് നമുക്ക് ഇപ്പോൾ കരുതാം. കാരണം ഹൈവേ വിട്ടുകൊടുത്തിട്ടില്ല. ഈ പ്രദേശത്ത് സൈന്യത്തിന് ഈ പ്രദേശത്തിന്റെ വികസനം അനുവദിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ മലയാള ചാനലുകളൊന്നും ഇതൊന്നും പറയത്തില്ല. ദേശീയ ചാനലുകളിലൊക്കെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 2-3 ദിവസമായിട്ടൊരു വാർത്ത വരുന്നുണ്ട്. അതായത് ഈ സിലിഗുരി കോറിഡോറിലൂടെ ആണ് ഏറ്റവും കൂടുതൽ കന്നുകാലി കള്ളക്കടത്ത് ബംഗ്ലാദേശിലേക്ക് നടന്നത്. ഈ കന്നുകാലി കള്ളക്കടത്തിന്റെ മുഖ്യ ഉപജ്ഞാതാവ്, അതിന്റെ പിന്നിലുള്ള മുഖ്യ ആൾക്കാർ അത് തൃണമൂൽ നേതാക്കന്മാരാണ്. ആ തൃണമൂൽ നേതാക്കൻ ഇതിനെക്കുറിച്ച് ആ പ്രദേശത്തുള്ള ജനങ്ങൾ പറയുന്നത്, അവർക്ക് ഈ സിലിഗുരി കോറിഡോറിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് അവിടെ തങ്ങളുടെ കൃഷിയിടങ്ങളിൽ കൃഷി നടത്താൻ പറ്റുന്നില്ല. ഈ പ്രദേശത്തെ കൃഷിയിടങ്ങളിലൂടെ രാത്രിയാകുമ്പോൾ ആയിരക്കണക്കിന് കന്നുകാലികളെ അഴിച്ചു വിട്ടിട്ട് അവയെ ഓടിച്ചുകൊണ്ട് ആൾക്കാർ വരും. ഈ കന്നുകാലികൾ അപ്പുറത്തേക്ക് ബംഗ്ലാദേശ് അതിർത്തി കടന്നു പോകും. ഈ പ്രദേശത്ത് 1 ഇഞ്ച് ഭൂമി പോലും അവിടെ വേലി കെട്ടാൻ മമതാ സർക്കാർ അനുവദിച്ചിരുന്നില്ല. അവിടുത്തെ ഭൂമി കേന്ദ്ര സർക്കാരിന് കൈമാറാതിരുന്നത് ഫെഡറലിസത്തിന്റെ പേര് പറഞ്ഞാണ്. അതായത് ഫെഡറലിസം എന്ന് പറയുന്നത് രാജ്യസുരക്ഷയ്ക്ക് വിരുദ്ധമായ ഒരു കാര്യമാണോ? രാജ്യസുരക്ഷയെ അട്ടിമറിക്കുന്നതാണോ ഫെഡറലിസം? ഇപ്പോ മമതാ ബാനർജി എടുത്ത നിലപാടുകൾ നോക്കിയാൽ മമതാ ബാനർജി രാജ്യസുരക്ഷയ്ക്ക് പുല്ലുവിലയാണ് കൽപ്പിച്ചിരുന്നത് എന്ന് മനസ്സിലാകും. മമതാ ബാനർജിയുടെ കാലഘട്ടത്തിൽ ലക്ഷക്കണക്കിന് ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർ സിലിഗുരി കോറിഡോർ വഴി അകത്തേക്ക് കടന്നു. ഇനി വേണം നമ്മൾ ബംഗ്ലാദേശിന്റെ ഭരണാധികാരിയായിരുന്ന മുഹമ്മദ് യൂനസ് എന്ന പരട്ട കിളവന്റെ അഭിപ്രായങ്ങളെ നമ്മൾ കണക്കിലെടുക്കേണ്ടത്. കാരണം അയാൾ എപ്പോഴും പറയുമായിരുന്നു, ഈ സിലിഗുരി കോറിഡോർ നമുക്ക് പിടിച്ചെടുക്കാമെന്ന് അയാൾ പറഞ്ഞിരുന്നത്. അതിൻ്റെ പിന്നിലുള്ള തത്വം ഞാൻ ഈ പറയുന്നതൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് ഈ സൈന്യത്തെ ഉപയോഗിക്കാതെ തന്നെ ലക്ഷക്കണക്കിന് നുഴഞ്ഞുകയറ്റക്കാർ ഒരു സുപ്രഭാതത്തിൽ സിലിഗുരിയിലൂടെ ആ പ്രദേശത്തിനുള്ളിലേക്ക് കയറുന്നിരിക്കട്ടെ, ഇന്ത്യക്കുള്ളിലേക്ക്. ഇപ്പോൾ ഒരു 10 ലക്ഷം പേരെ ബംഗ്ലാദേശ് തയ്യാറാക്കി നിർത്തുന്നു. ബംഗ്ലാദേശിലെ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത കോടിക്കണക്കിന് ആൾക്കാരും അതിലൊരു 10 ലക്ഷം പേരോട് പറയുന്നു, നിങ്ങൾ സിലിഗുരി കോറിഡോർ ഉള്ളിലേക്ക് പ്രവേശിച്ച് അവിടെ കാണുന്ന ഭൂവിഭാഗത്തിൽ അവിടെ അങ്ങ് താമസിക്കുക എന്ന് പറയും. ഇത്ര വലിയൊരു ജനക്കൂട്ടം ഇന്ത്യയിലേക്ക് കയറി വരുമ്പോൾ ഒന്നാമത്തെ കാര്യം അവരെ തടയാൻ പറ്റില്ല. കാരണം ഇത്രയും നിരായുധരായ ആൾക്കാരെ വെടിവെക്കാൻ ഒരു രാജ്യവും തയ്യാറാവില്ല. ലക്ഷക്കണക്കിന് ആൾക്കാർ മരിക്കും. അവരെ ലാത്തിചാർജ് ചെയ്തുകൊണ്ടൊന്നും അവർ ഓടിപ്പോയില്ല. അവരെ തടയാനായിട്ട് വേലിയോ മറ്റു സംവിധാനങ്ങളോ ഇല്ല. ഇനി ഇവിടെ കയറി വരുമ്പോൾ മമതാ സർക്കാർ അവിടെ BSFനല്ല നിയന്ത്രണം, മമതയുടെ പോലീസിനാണ്. മമതയുടെ പോലീസ് എന്ത് ചെയ്യും? BSFുമായിട്ട് സംഘർഷത്തിലുണ്ടാകും. അവിടെ അതിർത്തിയിൽ വളരെ കുറച്ച് BSFുകാരെ മാത്രമേ വിന്യസിച്ചിട്ടുള്ളൂ. ആ ഫ്രണ്ട് ലൈനിലുള്ള BSFുകാരും ഫെഡറലിസവും ബംഗാളിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞ് മമതാ ബാനർജി ഒരു ഭാഗത്തൂടെ അവരെ സഹായിക്കുമ്പോൾ ഈ പ്രദേശം ആകെ തന്നെ നുഴഞ്ഞുകയറ്റക്കാരുടെ ഒരു വേദിയാവും. അപ്പോൾ
മുഹമ്മദ് യൂനുസ് ഞങ്ങളിത് പിടിച്ചെടുക്കും എന്ന് പറഞ്ഞത് ഒന്നും കാണാതല്ല. ഈ രീതിയിലുള്ള നുഴഞ്ഞുകയറ്റക്കാരെ ഉപയോഗിച്ച് ഈ പ്രദേശത്തിൻ്റെ ഡെമോഗ്രഫി ചേഞ്ച് ചെയ്ത് അവിടുത്തെ ജനസംഖ്യയും അവിടുത്തെ ആൾക്കാരെയും ഒക്കെ ആ പ്രദേശത്തിൻ്റെ സ്വഭാവത്തെ തന്നെ മാറ്റിമറിച്ച് അങ്ങനെ അത് പിടിച്ചെടുക്കും എന്നാണ് അയാൾ ഉദ്ദേശിച്ചത് നമുക്കിപ്പോൾ മനസ്സിലാവും. അതുപോലെ ഈ പ്രദേശത്തുള്ള ആൾക്കാർ പറയുന്നത് രാത്രിയായാൽ ബംഗ്ലാദേശിൽ നിന്ന് നിരവധി മോഷണ സംഘങ്ങൾ അവിടെ എത്തും. ആ പ്രദേശത്തുള്ള വീടുകളിലൊക്കെ കയറി കൊള്ളയടിക്കും. എന്നിട്ട് അവർ തിരിച്ചു പോകും. പോലീസിനോട് പറഞ്ഞാൽ പോലീസ് മിണ്ടില്ല. ഈ പ്രദേശത്തുള്ള ആൾക്കാരെ ഒഴിപ്പിക്കാൻ വേണ്ടി ഒരുപാട് കുതന്ത്രങ്ങൾ മമതാ ബാനർജി സർക്കാർ പ്രയോഗിച്ചിരുന്നതായിട്ടാണ് ആ പ്രദേശവാസികളൊക്കെ പറയുന്നത്. അതായത് ഇവിടെയുള്ളവർ ഈ പ്രദേശം കാർഷികോൽപ്പന്നങ്ങൾക്ക് വളരെ പേരുകേട്ട ഒരു പ്രദേശം. അതുപോലെ തന്നെ വടക്കൻ ബംഗാളിൽ തേയില കൃഷിയും ഈ പ്രദേശത്ത് സാധ്യമാണ്. അങ്ങനത്തുള്ള നല്ല കാലാവസ്ഥയാണ്. അങ്ങനെ ഈ പ്രദേശത്തെ സാധാരണ ആൾക്കാരാണ്, വലിയ തോട്ടമുടമകളൊന്നുമില്ല. ഇവർക്ക് പച്ചക്കറി കൃഷി, അതുപോലെ പിന്നെ പഴവർഗ്ഗങ്ങളുടെ കൃഷി, തേയില കൃഷി, ഇങ്ങനെ 3 തരം കൃഷികളാണ്. ഇതിലൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ, നമ്മുടെ സമയം തീരാറായി. ഇങ്ങനെ 3 തരത്തിലുള്ള കൃഷി ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്തെ കർഷകർക്ക് കൃഷി ചെയ്യണമെങ്കിൽ ബാങ്ക് ലോൺ വേണം. ഈ പ്രദേശത്ത് ബാങ്കുകളൊന്നും ലോൺ കൊടുക്കില്ല. ലോൺ കൊടുക്കാത്ത കാരണം ഇപ്പോഴവിടുത്തെ ജനങ്ങൾ പറയുന്നത് മമതാ സർക്കാർ ബാങ്കുകളെയൊക്കെ ഭീഷണിപ്പെടുത്തിയിരുന്നു. അതായത് ഏത് ബാങ്ക് ഇപ്പം SBI ഇന്ത്യൻ ഗവൺമെന്റ് ബാങ്ക് ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ കാര്യമില്ല. അതിന്റെ സംസ്ഥാനത്തെ ജനറൽ മാനേജറുടെ വീട്ടിൽ ചെന്ന് നിന്റെ ഭാര്യയും കുട്ടികളെയും ഞാൻ തട്ടിക്കളയും, ഈ പ്രദേശത്ത് ഒരുത്തനും പിന്നെ ലോൺ കൊടുക്കരുതെന്ന് പറയുകയും പ്രാദേശികമായിട്ടുള്ള ബ്രാഞ്ച് മാനേജർമാരെ മുഴുവൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്താൽ പിന്നീട് ഏതെങ്കിലും ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ ലോൺ കൊടുക്കും. അവരെന്തെങ്കിലും കാരണം പറഞ്ഞ് ലോൺ ആപ്ലിക്കേഷനൊക്കെ തള്ളിക്കളയും. അല്ലെങ്കിൽ തന്നെ സാധാരണ കർഷകരുടെ ലോൺ ആപ്ലിക്കേഷൻ തള്ളിക്കളയാനാണ് ഇന്ത്യ മുഴുവനുമുള്ള ബാങ്കുകാരുടെ താല്പര്യം. അവർ സ്വാഭാവികമായിട്ടും മോങ്ങാനിരുന്ന നായുടെ തലയിൽ തേങ്ങ വീണെന്ന് പറയുന്ന പോലെ ആയിരിക്കും. ലോൺ കൊടുക്കണ്ട എന്ന് ആഗ്രഹിക്കുന്ന ബാങ്ക് മാനേജർമാരെ മുഖ്യമന്ത്രിയുടെ പാർട്ടി പറയുന്നു ലോൺ കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ അവർ കൊടുക്കില്ല. അപ്പം ഈ ജനങ്ങൾക്ക് കൃഷി ചെയ്യുന്നതിൽ നിന്നും അവരെ തടയാൻ വേണ്ടിയിട്ട് ലോൺ നിഷേധിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ പ്രദേശത്തെ കാർഷിക ഉൽപ്പന്നങ്ങൾ നശിപ്പിക്കുന്ന കന്നുകാലികളെ ഈ പലായനത്തെ കൊണ്ട് അതെല്ലാം നശിപ്പിക്കുന്നു. രാത്രിയിലെ തസ്കര സംഘങ്ങൾ പ്രദേശത്തിന്റെ ക്രമസമാധാന നില തകർത്തു. അതായത് വളരെ ആസൂത്രിതമായ ഒരു പദ്ധതിയായിരുന്നു മമത അവിടെ നടപ്പാക്കിയിരുന്നത്. ഇതാണ് മുഹമ്മദ് യൂനുസിനെ പോലൊരാള് വീണ്ടും വീണ്ടും ഇന്ത്യയെ പോലെ ഇത്ര വലിയ സൈനിക ശേഷിയുള്ള ഒരു രാജ്യത്തിനെ ഭീഷണിപ്പെടുത്തിയതിന്റെ കാരണം ഇതാണ്. അതായത് ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അവിടെ ഇന്ത്യയിലെ തന്നെ രാഷ്ട്രീയക്കാരുടെ പിൻബലം, അതായത് മമതയുടെ പിൻബലം മുഹമ്മദ് യൂനുസിന് ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മൾക്ക് മനസ്സിലാകുന്നത്. അതായത് നമ്മൾ ഈ പുറത്ത് കാണുന്ന സംഭവമൊന്നുമല്ല. അത് വളരെ കൃത്യമായി തൃണമൂലിന്റെ സഹായത്തോടു കൂടി ഇന്ത്യയുടെ വടക്കു കിഴക്കൻ പ്രദേശങ്ങളെ വിഭജിക്കാനുള്ള പദ്ധതിയായിരുന്നു. അതാണ് മമതയുടെ ഇലക്ടറൽ പരാജയത്തോടു കൂടി തകർന്നിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇത്തരം കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതിനനുസരിച്ച് നമുക്കിത് പ്രേക്ഷകരുമായി പങ്കുവെക്കാം. യഥാർത്ഥത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഒന്നും തന്നെ ഇവിടെ ഇതിപ്പോ അടുത്തിടെയൊക്കെ വന്നൊരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സുവേന്ദു അധികാരി എന്ത് നിലപാടെടുക്കുന്നുള്ളതാണ് ഇപ്പൊ ഈ ടീസ്റ്റാർ റിവർ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടെ. ടീസ്റ്റാർ റിവർ പ്രോജക്റ്റില് ബംഗാളിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാതെ സുവേന്ദു അധികാരി ഒരിക്കലും ബംഗ്ലാദേശുമായിട്ടൊരു കരാറിൽ ഒപ്പിടുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം സുവേന്ദു അധികാരിയെ പോലുള്ള ഒരാൾ അധികാരത്തിൽ ഏറ്റെടുത്ത അടുത്ത നിമിഷം തൊട്ട് അതിർത്തി സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഭൂമിയെല്ലാം തന്നെ BSFന് വിട്ടുകൊടുത്തു. ഈ പറയുന്ന പിന്നെ സിലിഗുരി കോറിഡോറിലെ ഹൈവേയുടെ ചുമതല നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് വിട്ടുകൊടുത്തു. അദ്ദേഹം അവിടെ പിന്നെ 5 രൂപയ്ക്ക് മീൻകറിയും ചോറും കൊടുക്കുന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഇതുവരെ ബംഗാളികളെ പിന്നെ തൃണമൂല് പേടിപ്പിച്ചിരുന്നത് BJP അധികാരത്തിൽ വന്നാൽ പിന്നെ വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമേ കിട്ടത്തുള്ളൂ. സർക്കാരിന്റെ ചെലവിൽ സർക്കാർ ക്യാൻറ്റീനിൽ 5 രൂപയ്ക്കാണ് ചോറും മീൻകറിയും എന്ന പദ്ധതി. മീന് ബംഗാളിയുടെ ഇഷ്ടവിഭവമാണ്. മീനില്ലാതെ ഊണ് കഴിക്കാൻ ബംഗാളിക്ക് പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ സുവേന്ദു അധികാരി ടീസ്റ്റാർ റിവർ വാട്ടർ ഷെയറിങ്ങില് ഗംഗാനദിയുടെ പോഷകനദി ആണ്. അപ്പൊ അത്തരം വെള്ളം ബംഗ്ലാദേശുമായിട്ട് അതിനൊരു കരാർ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ താല്പര്യം സംരക്ഷിക്കാതെ അത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പ്രത്യേകിച്ചും ഇന്ത്യ ഗവൺമെന്റിനെ കുറിച്ച് ബംഗ്ലാദേശിനും അതുപോലെ പാകിസ്ഥാനിലും ഒക്കെയുള്ള പരാതി അവർക്ക് കിട്ടേണ്ട വെള്ളം നമ്മൾ പിടിച്ചെടുക്കുന്നു എന്നാണ്.
മനസ്സിലായി. അതെ. അപ്പോ നമ്മുടെ വെള്ളം ഏതായാലും അവർക്ക് വിട്ടുകൊടുക്കാൻ ആ, ഒരു തീരുമാനം സുവേന്ദു അധികാരി എടുക്കില്ല. അയാള് ബംഗാളിൽ ഇന്നോ ഇന്നലെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ വ്യക്തിയല്ല. സുവേന്ദു അധികാരി എന്ന വ്യക്തി ബംഗാളിന്റെ ഗ്രാമപ്രദേശങ്ങളിലുള്ള ഒരു സമുദായത്തിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. ബംഗാളിന്റെ 10% ആ സമുദായത്തിന്റെ പേര് ഞാനങ്ങ് മറന്നുപോയി. അതൊരു മിഡിൽ കാസ്റ്റ് ആണ്. ഇതുവരെ ബംഗാൾ ഭരിച്ചിരുന്ന ബ്രാഹ്മണരാണ്. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ പറയുമല്ലോ ബ്രാഹ്മണ മേധാവിത്വം എന്ന്. ബംഗാളിൽ ബ്രാഹ്മണ മേധാവിത്വമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ. ജ്യോതി ബസു, ബുദ്ധദേവ് ഭട്ടാചാരി എന്നീ 2 ബ്രാഹ്മണർ. അത് കഴിഞ്ഞ് മമതാ ബാനർജി എന്ന ബ്രാഹ്മണൻ. ബംഗാളിൽ ആദ്യമായിട്ടാണ് ബ്രാഹ്മണേതര മുഖ്യമന്ത്രി കഴിഞ്ഞ 60 വർഷത്തിനുള്ളിൽ. ബംഗാളിൽ നടന്നത് വലിയ സാമൂഹിക വിപ്ലവം കൂടിയാണ്. BJP-ക്കാർക്ക് ഇതൊന്നും പറയാൻ അറിയാൻ വയ്യാത്തത് കൊണ്ടും അവരുടെ പ്രൊപ്പഗൻഡ മെഷീനറി വളരെ വീക്കായതുകൊണ്ടും കേരളത്തിലെ BJP-യുടെ നേതാക്കന്മാരെല്ലാം തിരുമണ്ടന്മാരായതുകൊണ്ടും ഒക്കെയാണ് ഇതൊന്നും കേരളത്തിലെ ജനങ്ങൾ അറിയാത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്ക് അവരുടെ അഡ്വാൻറ്റേജസ്, അവരുടെ മേൽക്കൈ സമൂഹത്തിൽ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാനുള്ള ഒരു സംവിധാനം പോലും കേരളത്തിലെ BJP എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇല്ല. അത് ആരുടെ കുറ്റം? അതിപ്പോ നമ്മുടെ കുറ്റമല്ല. അവരുടെ കാര്യം അവർ നോക്കട്ടെ. അതാണ്. കൂടുതൽ വിവരങ്ങളുമായിട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും പ്രേക്ഷകരെ കാണാം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി